ബെൽറ്റ് ഇട്ടോ. ഈ റാഗി സേമിയ കേട്ടോ, ഏത്തപ്പഴം പൊരിച്ചതുമാണ്. എഴുന്നേക്കുന്നില്ലയോ? എഴുന്നേക്ക. ഒരാൾ ഇവിടുന്ന് ഇന്നലെ അങ്ങോട്ട് പോയിട്ട് തോണ്ട് വരുന്നുണ്ട്. മോനിക്കുട്ടൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് പോകാൻ വരുക. ഇന്നലെ ഇവിടുന്ന് നല്ല കാര്യമുണ്ട്, ഇവിടെ നിന്നാ പോരെ, ഉടനെ പോണോ. സോമിനിയാണ് അങ്ങനെ മഴ പെയ്തോണ്ട് ഇച്ചിരി വെള്ളം മോട്ടർ അടിച്ച് കയറിയിട്ടുണ്ട്. മോനിക്കൂട്ടം കുളിക്കുകയൊക്കെ ചെയ്തിന് നോക്കണം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മോനിക്കുട്ടൻ്റെ സ്കൂളിലോട്ട് പോവാട്ടോ. കൊച്ചുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഇവിടുന്ന് രാവിലെ എൻ്റെ കൂടെ അങ്ങോട്ട് പോയത്. ഇന്ന് രാവിലെ ബസ് കയറി ഇങ്ങോട്ട് വന്നു. അപ്പം ഇന്നലെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ മോനിക്കുട്ടന് ഭയങ്കര വഴക്കായിരുന്നു. കൊച്ചോളെ വിളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചതാട്ടോ. അപ്പം ഞാനും കൊച്ചോളും കൂടെ മോനിക്കുട്ടൻ്റെ സ്കൂളിലോട്ട് പോവാണ്. മുത്ത് വരുന്നില്ല. മുത്തിന് ഇന്നലെ തൊട്ട് ജലദോഷവും തുമ്മലും ഒക്കെയാണ്. തുമ്മൽ വന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ അല്ലയോ. അങ്ങനെ അതുകൊണ്ട് അമ്മയുടെ അടുക്കലോട്ട് പോയേക്കുന്ന ഒരു ആവി പിടിക്കാമെന്ന് വിചാരിച്ച അമ്മ നമുക്കന്ന് എനിക്കന്ന് പനി വന്ന സമയത്ത് പനിക്കൂർക്കയിലയും തുളസിയിലയും തുമ്പയും എല്ലാം കൂടെ ചേർത്തൊരു ആവി എടുത്ത്, അങ്ങനെയാണ് എൻ്റെ പനിയിൽ നിന്ന് എനിക്കൊരു ഇത്തിരി ആശ്വാസം അന്നേരം കിട്ടിയത്. അപ്പോൾ ഞാൻ മുത്തിനോട് പറഞ്ഞു അങ്ങോട്ട് ചെന്നാൽ അമ്മമ്മ ഇതുപോലെ ഒന്ന് ആവി തരും, അത് അപ്പം ഒന്ന് ആവി പിടിച്ചാൽ കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോയേക്കുന്ന മുത്ത് വന്നാൽ ഉടനെ ഞാനും കൊച്ചോളും കൂടെ മോനിക്കുട്ടൻ്റെ സ്കൂളിൽ പോയേച്ചും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തേടം തൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലെ പരിപാടികൾ, മോനിക്കുട്ടൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഒക്കെ കണ്ടേച്ചും വരാം. ബോധ്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലുമുള്ള പരിശീലനം. ഇവിടെ കുഞ്ഞുങ്ങളെ ഒരു 5 മണിക്ക് എങ്കിലും എഴുന്നേൽപ്പിക്കുവാനായിട്ട് അമ്മ ശ്രമിക്കണം. അപ്പൊ അമ്മ എത്ര മണിക്ക് എണീക്കണം? ഫിലിപ്പഞ്ചാരി സാറ് ഉറക്കെ പറഞ്ഞ അവരൊന്നും പറയുന്നത് അവർ കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് നാമം ജപിക്കുവോ, പാട്ട് പാടുവോ, പ്രാർത്ഥിക്കുകയോ, ബൈബിള് വായിക്കുവോ, അതിനായി ഒരു 30 മിനിറ്റ് മാറ്റിവെച്ച് നല്ല ഒരു ഗൃഹാന്തരീക്ഷത്തിന്റെ ഭാഗത്തേക്ക്. ചില സമയങ്ങളിലൊക്കെ TV, എൻ്റെ മകന് ക്രിക്കറ്റ് കാണുന്നത് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം കിട്ടുക എന്നുള്ളതിനപ്പുറമായി അവർ കുടുംബത്തെ കരുതുന്ന, അമ്മയെ കരുതുന്ന, അച്ഛനെ കരുതുന്ന നല്ല പൗരന്മാരായി മാറും. Juman Annie Thomas, Abel J. Samuel, Shion Bino, Prejisha P. Nair, Soja Saji. ആദ്യമായി സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം കവിതാ ആവിഷ്കാരമാണ്. കുഞ്ഞുങ്ങൾ
तागावले सुनने ताले खंदुन ताले विद्यापीठ ताले तागावले सुनने ताले खंदुन ताले विद्यापीठ ताले सकले नामले നിങ്ങൾക്ക് എന്ത് സഹായം ഉള്ള സൗകര്യം കളയരുത് പൊന്ന് മുതലാളി. അതൊക്കെ വർത്താനം നിങ്ങൾ ഈ പറയുന്നത്. മുതലാളി ഞാൻ കഥാകാരന്റെ കൂടെ നടക്കുന്നേ. മുതലാളിയെ വള്ളങ്ങൾ കാണാൻ മതമാരെ ശ്രദ്ധിക്കുന്ന പാപ്പച്ചമ്മകളെ ശ്രദ്ധിക്കുക. മുതലാളിയെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നേ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞാലേ നാട്ടുകാർ മൊത്തം കേൾക്കും. ഓ ഇതിപ്പോ ആരും കേട്ടില്ലല്ലോ. ഞാൻ മുതലാളി എന്ന് കണ്ടിട്ട് വരാം, മതാമ്പ എന്ന് കണ്ടിട്ട് വരാം. അല്ല മുതലാളി എന്ന് കണ്ടിട്ട് വരാം. എടി വീണേ, നമ്മുടെ പുഞ്ചിരയേറി കൂട്ടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഈ വള്ളംകളി ചരിത്രത്തിന്റെ ഭാഗമാകും. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അവർക്കറിയണ്ടല്ലോ. അവിടെ എന്നെ പ്രസിഡന്റ് അല്ലേ അവളിനെ തമിഴ്പാട്ടിന്റെ മലയാളം വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഇന്ന് ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് എണ്ണയെ പറ്റി. എണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണ്. കുളിക്കുമ്പോഴും കടുക് താളിക്കുമ്പോഴും കുറേശ്ശെ എടുക്കുക. എണ്ണയുടെ അമിതമായ ഉപയോഗം നമ്മളെ കൊളസ്ട്രോൾ എന്ന അസുഖത്തിലേക്ക് എത്തിക്കും. എന്നെ ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് CDS റാണിയാണ്. ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലോട്ട് പോവാണ്. ദേ ഈ മോനുണ്ടല്ലോ ആദർശ്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. പിന്നെ കുറേ പേര് വന്ന് മിണ്ടി കേട്ടോ, എല്ലാവരോടും സ്നേഹം. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് പോകണം. പൊതി വല്ലതും കിട്ടുമോ എന്ന് നോക്കാം.
പിന്നെ മോനുകുട്ടൻ്റെയും കൂട്ടുകാരുടെയും പ്രോഗ്രാമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻ്റ് ഇടണം. ഒരു സിംഗിൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു, അത് മോനുകുട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ക്രിസ്റ്റിയാണ്. അപ്പം അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് പറയണം. പിന്നെ പ്രോഗ്രാമൊക്കെ ഞാൻ സ്പീഡപ്പ് ചെയ്തിട്ടിരിക്കുന്നത് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ അതിൻ്റെ ആ വോയിസൊക്കെ അങ്ങ് കട്ടായി പോയേക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം എന്നൊക്കെ ഉള്ളത് കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഞങ്ങൾ കടമറ്റ ജംഗ്ഷനിൽ അവിടെ ഒരു ഹോട്ടലുണ്ട് പ്രിയ, ഞങ്ങൾ അവിടെ നിന്ന് ഊണ് മേടിക്കാൻ അവിടെ നിർത്തി. അപ്പോൾ ഒരാൾ ഇറങ്ങിയേറ്റ നടപ്പ് ഇങ്ങോട്ട്. അയ്യോ എരി പൊരി വെയില. ഞങ്ങൾ ഇങ്ങി വന്നപ്പോൾ വരുന്നു. ഞങ്ങൾ വന്നപ്പോഴേ ക്ഷയിച്ച്. ഒന്ന് ശാസ്ത്രമേളക്ക്, ഒന്ന് ബെസ്റ്റ് ഗ്രേഡ്. ഇത് മേടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു എടാ മുഖത്തങ്ങ് പുച്ച കാണാൻ നടത്തില്ല, ഒരു എക്സ്പ്രഷൻ ആടാ അങ്ങ് വീഡിയോക്കകത്തുണ്ടത്. സമ്മാനം കേട്ടോ. ഒന്ന് ശാസ്ത്രമേള, ഇത് ശാസ്ത്രമേളയുടെ, ഇത് ഗ്രേഡ്, ബെസ്റ്റ് ഗ്രേഡിനുള്ള സമ്മാനം. കാണത്തില്ല പിന്നെ അത് കൊച്ച ക്ലാസ് അതിനകത്തെ ഫോട്ടോ വേണം. ഞാന് രാവിലെ നമുക്ക് ഇന്നലെ മഴ പെയ്തത് കൊണ്ട് കുറച്ച് വെള്ളം കിണറിൻ്റെ മോട്ടർ അടിച്ച് കുറച്ച് വെള്ളം ടാങ്കിൽ കയറി. കുഴൽക്കിണർ ശരിയാക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം രാവിലെ വന്ന് അതിൻ്റെ ഏതാണ്ട് മാറണം, എന്തുവായിരുന്നു എൻ്റെ പേര്, ഏതാണ്ട് കോയിൽ ഏതാണ്ട് 2 എണ്ണം മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അന്നേരം വന്ന് നോക്കിയിട്ട് പോയതാണ്. ഇത് ശരിയാക്കുമ്പോൾ നമുക്ക് ടാങ്ക് നിറയ്ക്കാമല്ലോ എന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ ഞങ്ങൾ വന്നിട്ടും അദ്ദേഹം അത് വന്ന് ശരിയാക്കിയില്ല. ഇനി വൈകിട്ടെങ്ങാണോ ആയിരിക്കും വരുന്നത്. ഉള്ള വെള്ളം അവിടെ ഇരിക്കട്ടെ, ബാത്റൂമിൽ പോകാനും അത്യാവശ്യത്തിനൊക്കെ വേണ്ടായോ എന്ന് വിചാരിച്ചു. ഞാനതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർത്തിട്ടാണ് ചോറൊന്നും വെക്കാതെ പോയത്. വെള്ളമില്ലാതെ അടുക്കളയിലെ പാചകം എന്ന് പറഞ്ഞാൽ ഇത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇച്ചിരിയൊക്കെ കോരിയെടുത്ത് ചിലവാക്കുന്നത് എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്ന് ലാവിഷായിട്ട് ടാങ്കൊക്കെ നിറച്ച് ചോറും കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് നമ്മൾ ഉച്ചക്കലത്തേക്ക് പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊതിച്ചോറിൻ്റെ കൂടെ കൂട്ടാൻ മോരുകറിയുണ്ട്, പച്ചമോരുണ്ട്, ഇത് രസമാണ്. പിന്നെ മത്തി വറുത്തത് മേടിച്ചു. മീന് മോത കറി ഉണ്ടായിരുന്നു, അത് മോത കഴിക്കാൻ വയ്യ, അതുകൊണ്ട് മോത മേടിച്ചില്ല. പിന്നെ സാമ്പാർ, തോരൻ, പച്ചടി ഞാൻ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചോറിൻ്റെ കൂടെയുള്ള കറികൾ. അപ്പോൾ 2 പൊതി മേടിച്ചു. നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ. എവിടെയും ഇടുന്നതാണെന്ന് അവനോട് ചോദിച്ചു. ഓ സാരമില്ല. മത്തി വറുത്തത്, മോരുകറി, പച്ചമോര്, രസം, പയറ് തോരൻ, അവിയൽ, സാമ്പാർ, പിന്നെ അത് പച്ചടി. പൈപ്പിൽ വെള്ളം വന്ന് അതിൻ്റെ ബഹളം. എല്ലാവരും വിശ്രമിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അമ്മമ്മയുടെ അടുക്കലോട്ട് പോവാണ്. 4:45 ഇല്ലയോ മക്കളെ? മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, മുളക് ചമ്മന്തി. ഒരാളിവിടെ സാപ്പിടാൻ തുടങ്ങി. കുഞ്ഞിന് 2 ട്രോഫി കിട്ടി. മേടിച്ചോണ്ട് ഇറങ്ങി വരുന്ന വരം അമ്മ കാണേണ്ടത്. ആ ഗമ കാണണം. പിന്നെ സൈഡിലോട്ട് നോക്കി വണ്ടി ഓടിക്കണം.
ഞങ്ങളിങ്ങ് വന്ന് അമ്മയുടെ അടുക്കുന്നു. ഇവിടെ ഒരാൾ മുറ്റം തൂക്കുന്നു. നമ്മൾ അമ്മയുടെ അടുക്ക പോയി തിരിച്ചു വന്നു. പൈപ്പിൽ ഇന്ന് പഞ്ചായത്ത് ലൈനിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. പിന്നെ തുണികഴുവൊന്നും നടന്നില്ല. ഇന്ന് ആ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ട് ഞാൻ വന്ന് എനിക്ക് എൻ്റെ ഈ വിരലിന് വരെ വേദനയായിരുന്നു. വേദന ഉണ്ട്, അവിടെ മാറി കിടക്കുമായിരുന്നു. 4:30 ആയപ്പോൾ അമ്മ വിളിച്ച് അങ്ങോട്ട് ചെല്ലുന്നില്ലയോ എന്ന് ചോദിച്ചു. കാരണം അമ്മ മധുരക്കിഴങ്ങും ഏത്തക്കായും പച്ച ഏത്തക്കായും കൂടെ പുഴുങ്ങി. അപ്പം ചെല്ലണമെന്ന് രാവിലെ പറഞ്ഞായിരുന്നു. ഇന്ന് അവധിയാ, മോൻ്റെ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ട് അങ്ങോട്ട് ചെല്ലണേന്ന് പറഞ്ഞായിരുന്നു. അപ്പം ചെല്ലുന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ റേഷൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. മുത്തിനെ വിട്ട് റേഷനൊക്കെ മേടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് എല്ലാവരുടെയും കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഇനി അത്താഴത്തിന് നമ്മൾ ഇന്നിവിടെ ഒന്നും ആക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് എനിക്ക് ആകെ അങ്ങ് മടുപ്പായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഇരിപ്പുണ്ട്, കറികളും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ദോശയോ പൊറോട്ടയോ എല്ലാം വാങ്ങിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തേടെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ മുത്ത് തിങ്കളാഴ്ച പോകാനായിരുന്നു ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം തിങ്കളാഴ്ചത്തെ ടിക്കറ്റ് ചിലപ്പം ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം ഇവർ അവിടെ ഒരു മലയാളി ഒരു ഫാമിലി ഉണ്ട്, ഒരു അപ്പച്ചനും അമ്മച്ചി. അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവർ കുറേ കുട്ടികൾ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വന്ന് അവിടെ ഫുഡ് നിർത്തി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാൽ എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. അപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതിൽ തീരുമാനമായിട്ടേ മുത്ത് പോകുന്നുള്ളൂ. അത് മാത്രമല്ല 16-ാം തീയതി അങ്ങോട്ട് ചെന്നാൽ 17-ഉം 18-ഉം ഒക്കെ 2-3 ദിവസം അടുപ്പിച്ച് അവിടെ വേറെ എന്തിൻ്റെയൊക്കെ അവധിയൊക്കെയാണ്. അപ്പം മിസ്സിനെ വിളിച്ചപ്പം അത് അറിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ഡേറ്റിൽ എടുക്കണം എന്ന് ഇതിപ്പോൾ വൈകിട്ട് പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വന്നു തുടങ്ങി. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു പേടിയുണ്ട്, സത്യമാണ്. അപ്പം എല്ലാം പെട്ടെന്ന് ശാന്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അധികരിച്ചാൽ ഒരുപാട് എന്താ പറയുന്നത്, ദൂരസ്ഥലങ്ങളിലായിരിക്കുന്നവരെ ഓർത്തിട്ടാണ് നമ്മളൊക്കെ പ്രയാസപ്പെടേണ്ടത്. അത് കുട്ടികളാണെങ്കിലും ജോലിക്ക് പോയവരാണെങ്കിലും അവരൊക്കെ എങ്ങനെയാണ്, അവരുടെ പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറെ ബുദ്ധിമുട്ട്. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെളിയിലെങ്കിലും ഒരു അടുപ്പ് കൂട്ടി എന്തെങ്കിലും ചോറോ കഞ്ഞിയോ ഒക്കെ വെക്കാന്നെങ്കിലും പറയാം. മുത്ത് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി. മുത്തിനോട് രാവിലെ പോയി ഒരു ആവി പിടിക്കാൻ പറഞ്ഞു. അമ്മ ആവി കൊടുത്തു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു ആവി പിടിക്കാൻ ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് അമ്മ പറയും. അമ്മ അതിനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ച്. ഞങ്ങൾ ഓർത്തില്ല, ഞങ്ങൾ കഴിച്ച് കുടിച്ച് ഞങ്ങളിങ്ങി പോരും. ഇപ്പം അമ്മ പിന്നെ വിളിച്ച് അവനെ ആവി പിടിക്കാൻ അങ്ങോട്ട് പോയേക്കോ. ആ ആവി പിടിച്ചാൽ കുറച്ച് സമാധാനമാണ് കേട്ടോ. അത്ര നല്ല ബെസ്റ്റ് ആവിയാണത്. ഞാൻ പറഞ്ഞില്ല, അത്രയും ഇലകളും എല്ലാം കൂടെ ചേർത്തുള്ള ആവി ആയതുകൊണ്ട് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. മോനുകുട്ടന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഞാൻ കാണിച്ചു. ജാനിക്കുട്ടിക്കും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു ട്രോഫി, ഒരു സർട്ടിഫിക്കറ്റുമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഒക്കെ കിട്ടുമോ അവിടെ? ഹോട്ടൽ അവധി വല്ലതും ആണ്? ഹോട്ടൽ അവധിയാണെങ്കിൽ നമുക്ക് ദോശ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കടലയുണ്ടല്ലോ, എപ്പോഴും ഞാൻ പറയാറില്ല, ആ കടല വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് സാമ്പാറോ ഗ്രേവിയോ ഏതാണ്ടാണ്. ഇത് ഉച്ചക്കലത്തെ കേട്ടോ, രസവും മോര് കളയാൻ മനസ്സിലാത്തന്നെ അവിടെ വെച്ചിരുന്നു. അപ്പൊ അത്താഴത്തിന് നമുക്ക് ഇതാ കഴിക്കട്ടെ. കൊച്ചോളെ വാ കഴിക്ക്. ചില്ലി ചിക്കനാണോ? കടലക്കറിയെക്കാട്ടി കൂടുതൽ ചില്ലി ചിക്കനോ? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കട കാണുന്നത്. എന്ത് വെച്ചേ? ചൂടാന്ന്. കൊച്ചോള് പാവം പല്ലിന് കമ്പി ഇട്ടോണ്ട് പൊറോട്ട കഴിച്ചോക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് ദോശ. ഞാനൊരു ദോശ എടുത്തു പ്രിയങ്ങളെ. പിന്നെ ഇച്ചിരി ഗ്രേവി ഒഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കടല സ്പെഷ്യൽ കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, നമ്മുടെ ഫേവറേറ്റ് ആണ്.
കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചാണ്. കാരണം ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പലയിടത്തും ഹോട്ടലുകളൊക്കെ അടവാന്നല്ലോ. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഐറ്റംസ് ഒക്കെ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് മുത്തിനെ വിട്ടത്. എന്തായാലും കിട്ടി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. ഇന്ന് ദൈവം തന്ന എല്ലാ സന്തോഷങ്ങൾക്കും ദൈവത്തിനോട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നന്മ നേരുന്നു. പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.